ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വിസ്മയ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത്, മഹാരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കം. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ അനുശോചനവുമായി ആസ്വാദക ലോകം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനമറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശാ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ. 10ാം വയസ്സിൽ മറാഠി ഗാനത്തിലൂടെ ചലച്ചിത്ര ലോകത്തെത്തിയ ആശാ ഭോസ്ലെ ഏറ്റവും അധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയാണ്. 20 ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾക്കാണ് അവർ ശബ്ദം നൽകിയത്. മാറുന്ന കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കുമിണങ്ങും വിധം സ്വയം നവീകരിച്ച ഗായികയായിരുന്നു ആശാ ഭോസ്ലെ എന്ന് പ്രമുഖ സംഗീത നിരൂപകനും എഴുത്തുകാരനുമായ രവി മേനോൻ ആകാശവാണി വാർത്തകളോട്. സ്വന്തം തലമുറയിലും പിൻതലമുറയിലും പെട്ട പലരും കാലത്തിൻ്റെ കുത്തൊഴുകിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇടറി വീണപ്പോൾ ആശയ്ക്ക് ആ ദുരനുഭവം ഒരിക്കലും നേരിടേണ്ടി വന്നില്ല. മാറുന്ന കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഇണങ്ങും വിധം സ്വയം നവീകരിച്ചു കൊണ്ടിരുന്നു അവർ. AR റഹ്മാന് വേണ്ടി രംഗീലയിലെ രംഗീലാരെയും, തൻഹ തൻഹയും, ദൗഡിലെ ഓ ബാവ്രയും, ലഗാനിലെ രാധാ കൈസേനാജലയും പാടിയ ആശ 1990-കൾക്കും പ്രിയങ്കരിയായി. വിദ്യാസാഗറിൻ്റെ ഈണത്തിൽ നയൻതാരയ്ക്ക് വേണ്ടി ചന്ദ്രമുഖിയിൽ മധു ബാലകൃഷ്ണനോടൊപ്പം കൊഞ്ച നേരം എന്ന പാട്ട് പാടുമ്പോൾ അവർക്ക് പ്രായം 72 മലയാളത്തിലും ആശാജി പാടിയിട്ടുണ്ട്. സുജാത. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത്, മഹാരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കം. നാളെ രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ചൊവ്വാഴ്ച ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ, ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വനിതാ സംവരണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകാൻ എല്ലാ അംഗങ്ങളും ഒരുമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിൽ ഈ മാസം 29-ന് നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി സിലിഗുരിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വിവിധ ജില്ലകളിലെ റാലികളിൽ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വിരുദുനഗർ ജില്ലയിലെ സാത്തൂരിൽ പ്രചാരണത്തിനെത്തി. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ പരമക്കുടിയിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് നന്ദി അറിയിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആകെ വാണിജ്യ LPG വകയിരുത്തൽ 70% ഉയർന്നിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. LPG മേഖലയിലെ കരിഞ്ചന്ത, അനധികൃത സംഭരണം, ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ തിരിമറി തുടങ്ങിയവ തടയുന്നതിനായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് പരിശോധന ശക്തമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം നടത്തിയ പരിശോധനയിൽ 600-ലധികം LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ടോൾ നൽകുന്ന എല്ലാ കപ്പലുകളും ഉപരോധിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. ഓർത്തഡോക്സ് ഈസ്റ്ററിലെ 32 മണിക്കൂർ വെടിനിർത്തൽ ലംഘിച്ചതായി റഷ്യയും യുക്രൈനും പരസ്പരം ആരോപിച്ചു. വെടിനിർത്തലിന്റെ ആദ്യ 16 മണിക്കൂറിനുള്ളിൽ യുക്രൈനിയൻ സേന 2000-ഓളം ലംഘനങ്ങൾ നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം റഷ്യൻ സൈന്യം 2000-ലധികം വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയതായി യുക്രൈനിയൻ സൈന്യവും റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ 14-ന് ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അധ്യക്ഷനാകും. സൈക്കിൾ രൂപകൽപ്പനയിലെ പുതുമകൾക്ക് വേദിയൊരുക്കി 8ാമത് ബൈസിക്കിൾ ഡിസൈൻ ചലഞ്ച് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൊസൈറ്റി ഓഫ് ഓട്ടോമേറ്റീവ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ബൈസിക്കിൾ ഡിസൈൻ ചലഞ്ചിന് ഇതാദ്യമായാണ് കേരളം വേദിയായത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ജനപ്രിയ പ്രകൃതി സൗഹൃദ വാഹനമായ സൈക്കിളിന്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയില്ല എന്ന നിഗമനത്തിന് അടിവരയിടുന്നതായി ബൈസിക്കിൾ ഡിസൈൻ ചലഞ്ച്. പ്രവർത്തനത്തിലും ഉപയോഗത്തിലും കാഴ്ചയിലും സൈക്കിളിനെ മെച്ചപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന ആശയങ്ങളാണ് വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ചത്. മത്സരത്തിൽ വിവിധ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സൈക്കിൾ മോഡലുകൾ അവതരിപ്പിക്കപ്പെട്ടു. സീറ്റ്, പെഡൽ, ബ്രേക്ക് തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും മെച്ചപ്പെടുത്തലിനുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾ കണ്ടെത്തി. രാജ്യത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള 37 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പുതുമകളിലെ മെച്ചങ്ങൾ വിലയിരുത്തി ഏറ്റവും മികച്ചവയുടെ ടീം അംഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യാൻ പ്രമുഖ സൈക്കിൾ കമ്പനികളുടെ പ്രതിനിധികളും എത്തിയിരുന്നു. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരാവേശത്തിന്റെ തിരക്കിലേക്ക്. പൂരത്തിന്റെ വരവറിയിച്ച് ഇന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. ശബരിമല സന്നിധാനത്ത് വിഷു ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ മാസം 15-നാണ് വിഷുപൂജ. 15-ന് പുലർച്ചെ 4 മുതൽ രാവിലെ 7 വരെ വിഷുക്കണി ദർശനവും വിഷു കൈനീട്ടവും നടക്കും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴി തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ സിറ്റി പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത്. മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വസന്തകാല യോഗങ്ങൾക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിലാണ് യോഗം. 191 രാജ്യങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാരും കേന്ദ്ര ബാങ്ക് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിനയച്ചു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് തെരുവോര കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം. തെരുവുകളിൽ ജീവിക്കുകയോ തൊഴിലെടുക്കുകയോ ചെയ്യുന്ന കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് 2011 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 12-ന് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഹാകവി കുമാരനാശന്റെ 153-ാം ജന്മവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയായ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായി. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക വഞ്ചിനാട് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാളയം ആശാൻ സ്ക്വയറിൽ ജന്മവാർഷിക പരിപാടി സംഘടിപ്പിച്ചു. മധ്യപ്രദേശിൽ പിക്കപ്പ് വാഹനത്തിൽ ട്രക്കിടിച്ച് 5 മരണം. ജബൽപൂർ അമർകണ്ടക് ദേശീയപാതയിൽ പുലർച്ചെ 1 മണിക്കായിരുന്നു അപകടം. മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിലെ സുരക്ഷാസേന 21 അനധികൃത ബങ്കറുകൾ കണ്ടെത്തി നശിപ്പിച്ചു. തെങ് നൌപാൽ ജില്ലയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു. സുരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ മോറേ പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിസ്മയ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത്, മഹാരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കം. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.